നമസ്കാരം. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും 11ാം ശമ്പള പരിഷ്കരണ ഉത്തരവ് പ്രകാരം ജീവനക്കാർക്ക് അന്ന് ലഭിക്കാനുണ്ടായിരുന്ന 1/7/2019 മുതൽ 28/2/2021 വരെയുള്ള 20 മാസക്കാലത്തെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അത് 4 തുല്യ ഗഡുക്കളായി നൽകുമെന്ന ഒരു ഉത്തരവുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആകെയുള്ള ശമ്പള വർധനവിൻ്റെ 50% 2 തുല്യ ഗഡുക്കളായി 1ഉം 2ഉം ഗഡുക്കളായി നമുക്ക് നേരത്തെ ലഭിച്ചതാണ്. അതിൽ പിന്നീട് ബാക്കി ഉണ്ടായിരുന്ന 50%, ഇപ്പോൾ ഒരാൾക്ക് ഒരു മാസത്തെ ശമ്പളത്തിൽ ഒരു 10,000 രൂപയുടെ വർധനവാണ് ഉണ്ടായിരുന്നതെങ്കിൽ 20 മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് 20 × 10,000 ആയിരിക്കും. അപ്പോൾ ആ വരുന്ന 2 ലക്ഷം രൂപ നമുക്ക് 4 തുല്യ ഗഡുക്കളായി നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ 1 ലക്ഷം രൂപ നമുക്ക് ലഭിച്ചിരുന്നു. ഇവിടെ ഈ 1 ലക്ഷം എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയുകയാണ്. ആ ശമ്പള വർധനവ് എത്രയാണെന്ന് നോക്കുക, അതിനെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് ആകെയുള്ള പേ റിവിഷൻ അരിയർ എന്ന് പറയുന്നത്. ആ പേ റിവിഷൻ അരിയറിൻ്റെ പകുതി കഴിഞ്ഞ വർഷം നമുക്ക് 1ഉം 2ഉം ഗഡുക്കളായിട്ട് ലഭിച്ചു. അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന 50% അത് 3ഉം 4ഉം ഗഡുക്കളായി തരുമെന്നാണ് പറഞ്ഞിരുന്നത്. 25% വീതമുള്ള ആ 3ഉം 4ഉം ഗഡുക്കൾ കൂടി ഇപ്പോൾ നമുക്ക് ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ സ്പാർക്കിൽ ചെയ്തിരിക്കുകയാണ്. അതോടുകൂടി 11ാം ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക മുഴുവനായി തന്നെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കയ്യിലെത്തുകയാണ്. 1ഉം 2ഉം ഗഡുക്കൾ പ്രോസസ്സ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ക്ലാസിൻ്റെ വീഡിയോകൾ 2 വീഡിയോകളുണ്ട്. ആ 2 വീഡിയോകളുടെയും ലിങ്ക് ഞാനിവിടെ നൽകിയേക്കാം. ആ വീഡിയോകൾ കൂടി ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതായിരിക്കും പുതിയ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ഈ 3ഉം 4ഉം ഗഡുക്കൾ എങ്ങനെയാണ് സ്പാർക്ക് വഴി പ്രോസസ്സ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്പാർക്കിലേക്ക് കടക്കും മുമ്പ് ഈ 3ഉം 4ഉം ഗഡുക്കൾ എടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ നിർദ്ദേശങ്ങൾ ശരിയായി മനസ്സിലാക്കാതെ നമ്മൾ ബിൽ മേക്ക് ചെയ്യാൻ തുടങ്ങിയാൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ടാണ് ഈ നിർദ്ദേശങ്ങൾ നിർബന്ധമായും കേൾക്കണമെന്ന് പറയുന്നത്. ഒന്നാമത് നമുക്കറിയാം, ഇനി നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോസസ്സിംഗ് എല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. അതിൽ നമ്മൾക്ക് ആകെ കിട്ടുന്ന അരിയർ എത്രയാണെന്ന് നമ്മൾ അന്ന് കണ്ടതാണ്. ആ പഴയ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 3ഉം 4ഉം ഗഡുക്കളാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്, രണ്ടാമത്തെ ഗഡു പ്രോസസ്സ് ചെയ്തവർക്ക് മാത്രമേ 3ഉം 4ഉം ഗഡുക്കൾ പ്രോസസ്സ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ്. ഈ 1ഉം 2ഉം ഗഡുക്കൾ എടുക്കാതെ 3ഉം 4ഉം ഗഡുക്കളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നടക്കില്ല. അതാണ് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ ഈ 3ഉം 4ഉം ഗഡുക്കൾ ഒരുമിച്ചല്ല നമ്മുടെ PF-ലേക്കോ ബാങ്ക് അക്കൗണ്ടിലേക്കോ ചെല്ലുന്നത്. മൂന്നാമത്തെ ഗഡു ആദ്യം PF-ലേക്ക്, ആരുടെ? ജീവനക്കാരുടെ. പെൻഷൻകാരുടെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതിനു ശേഷമാണ് 4ാമത്തെ ഗഡു ക്രെഡിറ്റ് ആക്കാൻ കഴിയുക. ഒരു ജീവനക്കാരൻ്റെ 1ാമത്തെ ഗഡു ഏത് ഓഫീസിലാണോ പ്രോസസ്സ് ചെയ്തത് ആ ഓഫീസിൽ നിന്ന് മാത്രമേ അദ്ദേഹത്തിൻ്റെ 2ഉം 3ഉം 4ഉം ഗഡുക്കൾ പ്രോസസ്സ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ 2 ഗഡു വരെ ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്. ഈ 3ഉം 4ഉം ഗഡുക്കൾ എടുക്കണമെങ്കിൽ അദ്ദേഹം എവിടെയായിരുന്നപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ 1ാമത്തെ ഗഡു പ്രോസസ്സ് ചെയ്തത് ആ ഓഫീസിൽ തന്നെ ഇതിൻ്റെ 3ഉം 4ഉം ഗഡുക്കൾ പ്രോസസ്സ് ചെയ്യണമെന്നുള്ളതാണ്. നമ്മുടെ ഓഫീസിലേക്കായാലും അത് തന്നെയാണ്. നമ്മുടെ ഓഫീസിലേക്ക് ട്രാൻസ്ഫറായി വന്നൊരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ 3ഉം 4ഉം ഗഡുക്കൾ എടുക്കേണ്ടത് നമ്മുടെ ഓഫീസിൻ്റെ ഡ്യൂട്ടിയല്ല. അത് അദ്ദേഹം നേരത്തെ 1ാമത്തെ ഗഡു ഏത് ഓഫീസിലാണോ പ്രോസസ്സ് ചെയ്തത് ആ ഓഫീസിലെ DDയുടെ ഡ്യൂട്ടിയാണ് ഈ 3ഉം 4ഉം ഗഡുക്കൾ എടുത്തു കൊടുക്കുക എന്നുള്ളത്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇവിടെ നിന്നും ട്രാൻസ്ഫറായി മറ്റൊരു ഓഫീസിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെയും 3ഉം 4ഉം ഗഡുക്കൾ ഇവിടെ നിന്നാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്. ഇത് തന്നെയാണ് പെൻഷൻകാരെ സംബന്ധിച്ചും പറയാനുള്ളത്. ഏത് ഓഫീസിൽ നിന്നാണോ അദ്ദേഹം 1ാമത്തെ ഗഡു മാറിയത് ആ ഓഫീസിൽ നിന്നാണ് ഇതിൻ്റെ 3ഉം 4ഉം ഗഡുക്കൾ എടുത്തു കൊടുക്കേണ്ടത്. ഇപ്പോൾ പെൻഷനായ ഒരു ജീവനക്കാരൻ നമ്മുടെ ഓഫീസിൽ നിന്നെല്ലാം പോയി എങ്കിലും അദ്ദേഹം 1ാമത്തെ ഗഡു പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ഓഫീസിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ 3ഉം 4ഉം ഗഡുക്കൾ പ്രോസസ്സ് ചെയ്ത് കൊടുക്കേണ്ട ചുമതല നമ്മുടെ ഓഫീസിനാണ്. അതുപോലെ ചില ജീവനക്കാർ പെൻഷൻ ആകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് എന്ത് ചെയ്യും? അവരുടെ PF എല്ലാം ക്ലോസ് ചെയ്തിരിക്കും. അങ്ങനെയുള്ളവർക്കും ഇത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോവുക. പെൻഷനായ ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ട് സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെയും ഒരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കണ്ടേക്കുക. ജീവനക്കാർക്ക് അവരുടെ PF-ലേക്കായിരിക്കും ക്രെഡിറ്റ് ആവുന്നത്. അതിനൊരു ലോക്കിൻ പീരീഡൊക്കെ ഉണ്ട്. ആ പൈസ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ലോക്കിൻ പീരീഡ്, അതിനെക്കുറിച്ചെല്ലാം മറ്റൊരു വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ആ വീഡിയോയുടെ ലിങ്കും ഇതിനോടൊപ്പം ഞാൻ ചേർത്തിട്ടുണ്ട്. മുകളിലുള്ള ഐ ബട്ടണിലും നിങ്ങൾക്കത് കാണാൻ കഴിയും. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പേ റിവിഷൻ അരിയർ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രോസസ്സിംഗ് ഇല്ല, മേക്ക് ബില്ലേ ഉള്ളൂ. ആ സമയത്ത് നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ഓപ്ഷനാണ് എക്സ്ക്ലൂഡ് ഓപ്ഷൻ. അവിടെയുള്ള ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ആ ചെക്ക് ബോക്സ് അറിയാതെ പോലും നമ്മൾ ടിക്ക് ചെയ്യാൻ പാടില്ല. അത് ആർക്ക് മാത്രമാണ്? ഈ സർവീസിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ
ഒബ്ജക്ഷൻസ് ഉള്ള ജീവനക്കാരുണ്ട്, സീരിയസ് ഒബ്ജക്ഷൻസ് ഉള്ള, സാലറി തടസ്സപ്പെടുത്തേണ്ട ചില ആൾക്കാരുണ്ട്. അവരുടെ ഈ പേ റിവിഷൻ അരിയർ പ്രോസസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി, അവരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ എക്സ്ക്ലൂഡ് ബട്ടൺ എന്ന് മനസ്സിലാക്കുക. അബദ്ധത്തിൽ പോലും ആ എക്സ്ക്ലൂഡ് ഓപ്ഷന് താഴെയുള്ള ആ ടിക്ക് ബോക്സ് ചെക്ക് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ അത് റീപ്രോസസ്സ് ചെയ്തെടുക്കുന്നതിന് കുറേ താമസം വരും. ഞാനിത് മേക്ക് ബില്ല് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം, ഇപ്പോൾ ഒരു ബില്ലിൽ തന്നെ റിട്ടയർ ചെയ്തവരും ഉണ്ടാകും, നിലവിൽ സർവീസിലുള്ള ജീവനക്കാരും ഉണ്ടാകും. അവരുടെ രണ്ട് കൂട്ടരുടെയും ഒരുമിച്ചായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. എന്നാൽ റിട്ടയർ ചെയ്തവരുടെ അരിയർ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൊയ്ക്കൊള്ളും, ജീവനക്കാരുടേത് PF അക്കൗണ്ടിലേക്കും പൊയ്ക്കൊള്ളും. അതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പ്രോസസ്സ് ചെയ്യുമ്പോൾ റിട്ടയർ ചെയ്തവരുടെയും ജീവനക്കാരുടെയും എല്ലാം ഒരു ബില്ലിലാണെങ്കിൽ ഒരുമിച്ച് തന്നെ പ്രോസസ്സ് ചെയ്യുക. അല്ലാതെ റിട്ടയർ ചെയ്തവരുടെ നമുക്ക് പിന്നെ ചെയ്യാം എന്ന് വിചാരിക്കേണ്ട. എല്ലാവരുടെയും ഒരുമിച്ചായിരിക്കും ബില്ല് വരുന്നത്. കാരണം നമ്മൾ പ്രോസസ്സിങ് ഓൾറെഡി കഴിഞ്ഞതാണ്. ആ ഹെഡ് ഓഫ് അക്കൗണ്ടിൻ്റെ പ്രോസസ്സിങ് ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ മേക്ക് ബില്ല് മാത്രമാണ് ചെയ്യുന്നത്. ആ മേക്ക് ബില്ലിൽ ഈ രണ്ട് കൂട്ടരുടെയും ഒരുമിച്ചായിരിക്കും വരുന്നത്. അതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ചിലർക്കൊരു സംശയം ഇങ്ങനെ പറയുന്നുണ്ട്, ഈ റിട്ടയർ ചെയ്തവർ വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. അങ്ങനെ ആവശ്യമില്ല, രണ്ടും ഒരുമിച്ച് തന്നെ ചെയ്താൽ മതിയാവും. റിട്ടയർ ചെയ്തവർക്ക് ക്യാഷ് ബാങ്കിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ PFൻ്റെ ഷെഡ്യൂളുകൾ അവരുടെ പേരുണ്ടാവില്ല. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഒരു PFൻ്റെ ഷെഡ്യൂൾ നമുക്ക് കിട്ടും. ആ ഷെഡ്യൂളിൽ റിട്ടയർ ചെയ്തവരുടെ പേരുണ്ടാവില്ല, മറ്റ് ജീവനക്കാരുടെ പേര് മാത്രമേ ആ ഷെഡ്യൂളിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചും നമ്മൾ തലപോയിക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ അവരുടെ പേര് കൂടി ആ PF ഷെഡ്യൂളിൽ വരികയാണെങ്കിൽ അതെന്തെങ്കിലും എറർ ആയിരിക്കും. ആ എറർ എന്താണെന്ന് കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രം ബാക്കി പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം. പിന്നെയുള്ളത് എന്തൊക്കെ ഡോക്യുമെൻസാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നാണ്. അതിൽ ഓരോന്നിനും പ്രത്യേകം രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാകും. അത് ആ ബില്ലിൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. ആ ബില്ലിൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് എടുക്കുക. അതിൽ നമ്മുടെ DDO സൈൻ ചെയ്ത്, അതോടൊപ്പം തന്നെ PFൻ്റെ ഷെഡ്യൂൾ ഉണ്ടാകും, NBSൻ്റെ ഷെഡ്യൂൾ ഉണ്ടാകും, ആകെയുള്ള ഈ സാലറി അരിയറിൻ്റെ ഒരു ഷെഡ്യൂൾ ഉണ്ടാകും. അപ്പോൾ ഈ 3 ഷെഡ്യൂളുകളും നമ്മുടെ സർട്ടിഫിക്കറ്റുകളും കൂടിയാണ് നമുക്ക് അപ്ലോഡ് ഡോക്യുമെൻസിൽ ചെന്നിട്ട് അപ്ലോഡ് ചെയ്യാനുള്ളത്. ഇത്രയുമൊക്കെയാണ് ആമുഖമായി പൊതുവായി പറയാനുള്ളത്. ഇനി നമ്മൾ പോകുന്നത് സ്പാർക്കിലേക്കാണ്. അത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലോഗിനിലോ അല്ലെങ്കിൽ DDO ലോഗിനിലോ ചെയ്യാം. ഞാനിവിടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലോഗിനിലാണ് കയറാൻ പോകുന്നത്. നമ്മൾ സ്പാർക്കിൽ എങ്ങനെ മേക്ക് ബില്ല് ചെയ്യുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ വർഷം നമുക്കറിയാം പുതിയ ഫിനാൻഷ്യൽ ഇയർ ആണ്, നമ്മുടെ ഹെഡ് ഓഫ് അക്കൗണ്ട് ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ പേ റിവിഷൻ അരിയർ ഇപ്പോൾ പ്രോസസ്സ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആദ്യം നമ്മൾ അക്കൗണ്ട്സിൽ പോകുന്നു, ഇനിഷ്യലൈസേഷൻ എടുക്കുന്നു. അവിടെ നമ്മൾ ഹെഡ് ഓഫ് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. ഹെഡ് ഓഫ് അക്കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യാൻ പറയുന്നു, ഓഫീസ് സെലക്ട് ചെയ്തു, DDO കോഡ് സെലക്ട് ചെയ്തു, ഫിനാൻഷ്യൽ ഇയർ ഓട്ടോമാറ്റിക്കായി വന്നിരിക്കും. ഗെറ്റ് ഹെഡ് വൈസ് അലൊക്കേഷൻ ഫ്രം ട്രഷറി, ഞാൻ ഓൾറെഡി അത് ചെയ്ത് കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ഹെഡ് ഓഫ് അക്കൗണ്ടൊന്നും ഇവിടെ വരില്ല. നമ്മളിവിടെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ അവിടെ പുതിയ ഹെഡ് ഓഫ് അക്കൗണ്ട് എല്ലാം വന്നു ചേർന്നിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഹെഡ് ഓഫ് അക്കൗണ്ടുകൾ. ഇനി നമുക്ക് മേക്ക് ബില്ല് മുതൽ ആരംഭിക്കാം. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് അക്കൗണ്ട്സിലേക്ക് പോകുന്നു. അക്കൗണ്ട്സിലാണ് നമ്മൾ മേക്ക് ബില്ല് ചെയ്യുന്നത്. അക്കൗണ്ട്സിൽ ബിൽസിൽ മേക്ക് ബിൽ ഫ്രം പേറോൾ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്തു, ഓഫീസ് സെലക്ട് ചെയ്തു, DDO കോഡ് സെലക്ട് ചെയ്തു. ബിൽ നേച്ചർ എന്താണ്? 2019 പേ റിവിഷൻ്റെ അരിയറാണ്. അതുകൊണ്ട് പേ റിവിഷൻ അരിയർ 2019 സെലക്ട് ചെയ്തു. സെലക്ട് ബിൽ, നമുക്കിവിടെ 2 ബില്ലാണുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു ബില്ല് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ബില്ല് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ 3 പേരെ നമുക്ക് കാണാം അല്ലേ? ഈ 3 പേരിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ, സർവീസ് തടസ്സങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ അവരുടെ നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇപ്പോൾ പ്രോസസ്സ് ചെയ്യാതെ അവരെ എക്സ്ക്ലൂഡ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നീട് റീപ്രോസസ്സിംഗ് വഴി അവർക്കുള്ള ബില്ല് മാറിക്കൊടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ മാത്രമാണ് ഈ കോളം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ കോളത്തിൽ ടിക്ക് ചെയ്തതിന് ശേഷം പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആരെയാണോ നമ്മളിവിടെ എക്സ്ക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് ഒഴികെയുള്ള ബാക്കിയുള്ളവരുടെ ആയിരിക്കും വരുന്നത്. ഇനി അന്ന് ആദ്യത്തെ ഗഡു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് സർവീസിലുണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ നിലവിൽ അദ്ദേഹം ഒരു ലോങ് ലീവിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ എക്സ്ക്ലൂഡ് ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് ആ കോളം ടിക്ക് ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് അബദ്ധവശാൽ ആരെങ്കിലും ഒരാളെ നമ്മളിവിടെ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നം ഉണ്ടാകും. നമ്മൾ വീണ്ടും സ്പാർക്കിലേക്ക് ക്വറി നൽകി ഒക്കെ മാത്രമേ നമുക്കിത്
റീപ്രോസസ്സ് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേ വേണ്ട. അങ്ങനെ സർവീസ് തടസ്സമുള്ളവർ മാത്രം അത് ചിന്തിച്ചാൽ മതി. അല്ലാതെ ട്രാൻസ്ഫറായി പോയെന്ന് വെച്ചിട്ടോ പുതിയൊരാൾ ഇങ്ങോട്ട് വന്നു അദ്ദേഹത്തിന് അവിടെയാണത് പ്രോസസ്സ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചോ ഒന്നും ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിത് ഇതുപോലെ തന്നെ വിടുന്നു. അപ്പോൾ ഈ 3 പേരുടെയും പേ റിവിഷൻ അരിയർ ആണ് നമ്മളിവിടെ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഹെഡ് ഓഫ് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായി വന്നിരിക്കും. നമ്മൾ നേരത്തെ ഹെഡ് ഓഫ് അക്കൗണ്ട് ഇനിഷ്യലൈസ് ചെയ്തതുകൊണ്ടാണ്, ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വരില്ലായിരുന്നു. ഇനി നമ്മൾ മേക്ക് ബില്ലാണ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ മേക്ക് ബില്ല് ചെയ്യുന്നില്ല. ഞാൻ മേക്ക് ബില്ല് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, ഡു യു വാണ്ട് ടു പ്രൊസീഡ്. ഈ വിൻഡോയിൽ നമ്മൾ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ അടുത്ത മെസ്സേജ് വരും, പേ ബിൽ ഹാസ് ബീൻ സക്സസ്ഫുള്ളി പ്രിപ്പയർഡ് വിത്ത് ബിൽ നമ്പർ ഇത്ര എന്നുള്ളത് കൊടുക്കുന്നു. ആ ഒരു മെസ്സേജ് വരുമ്പോൾ അതിൽ നമ്മൾ ഓക്കെ കൊടുത്താൽ ഇതുപോലെ 5 ബട്ടൺസ് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ജനറേറ്റ് ഇന്നർ ബിൽ, ജനറേറ്റ് ഔട്ടർ ബിൽ, ജനറേറ്റ് ഷെഡ്യൂൾ, ജനറേറ്റ് PF ഷെഡ്യൂൾ, ജനറേറ്റ് NBS ഷെഡ്യൂൾ. ഈ ഓരോ ബട്ടണിലും ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ഷെഡ്യൂളുകളും ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയും. ഇതിൽ നിന്ന് ഷെഡ്യൂള്, PF ഷെഡ്യൂള്, NBS ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക. അതിൽ DDO സൈൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇനി പറയുന്ന സർട്ടിഫിക്കറ്റിലുണ്ട് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൂടി ഒപ്പിട്ട് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന ആ ഓപ്ഷൻ വഴി അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന ആ ഒരു പേജിലെത്തിയതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുന്നു, ഓഫീസ് സെലക്ട് ചെയ്യുന്നു, DDO കോഡ് സെലക്ട് ചെയ്യുന്നു. ടൈപ്പ് ഓഫ് ബിൽ എന്ന് പറയുന്നത് സാലറി ആകാം, നോൺ സാലറി ആകാം. ഇവിടെ നമുക്ക് പേ റിവിഷൻ അരിയർ ആയതുകൊണ്ട് സാലറിയാണ്. ബിൽ നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യണം പേ റിവിഷൻ അരിയർ എന്ന്. ഇവിടെ ഞാൻ മേക്ക് ബില്ല് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് അവിടെ ഞാൻ സെലക്ട് ചെയ്യാൻ പോകാത്തത്. ഇവിടെ ഓൾറെഡി പേ റിവിഷൻ അരിയറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിനുശേഷം സെലക്ട് ബിൽ, നമ്മൾ മേക്ക് ബില്ല് ചെയ്ത ബില്ല് അവിടെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ആ സെക്ഷൻ വരും. അതിനെപ്പറ്റി വിശദമായൊരു വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അതൊന്ന് കണ്ടേക്കുക. അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മുടെ ഷെഡ്യൂൾ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ആ സർട്ടിഫിക്കറ്റ്, ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളത് ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള അവിടെ ഒരു ലിങ്കുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റുകൾ കിട്ടും. അതിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഇതെല്ലാം DDO ഒപ്പിട്ട് വേണം. ഈ ഷെഡ്യൂളുകളും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളും DDO ഒപ്പിട്ടാണ് അത് ഫോർവേഡ് ചെയ്യേണ്ടത്. അതിനുശേഷം ഫോർവേഡ് ഫോർ അപ്രൂവൽ കൊടുക്കുക. അപ്പോൾ അത് DDOയുടെ ലോഗിലെത്തി അവിടെ നിന്നാണ് അതിനെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് പേ റിവിഷൻ അരിയറിൻ്റെ 3ഉം 4ഉം ഗഡുക്കൾ അതിൻ്റെ ബില്ല് മേക്ക് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്തേക്കുക. പരമാവധി ആൾക്കാർക്ക് ഇത് ലഭിക്കത്തക്ക രീതിയിൽ ഇതിനെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും വർക്കിംഗ് ക്ലാസ്സിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.